ഇന്ത്യൻ മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ പരിഗണിക്കുമ്പോൾ ഹൈലി റിസ്ക് ഉള്ള ഒരു മാർക്കറ്റ് എന്നുള്ളൊരു നിലയിലാണ് നിലവിലിപ്പോൾ FIS നോക്കിക്കാണുന്നത് എന്നൊരു കാഴ്ചയാണ്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ റുപ്പി പരിശോധിക്കുകയാണെങ്കിൽ നിലനിൽക്കുന്ന ഒരു ടെൻഷനൊക്കെ തന്നെ നിലവിലിപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെൽ ഓഫിന് ഒരു സപ്പോർട്ട് പകരുന്ന ഒരു കാഴ്ചയായിട്ട് കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. നിലവിലെ രൂപയുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നൊരു 16 പൈസയുടെ ഇടിവോടുകൂടി ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് 90 രൂപ 11 പൈസ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു നിലവിലിപ്പോൾ രൂപയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് പരിശോധിക്കുകയാണെങ്കിലും കൂടാതെ ഒരു ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഒക്കെ തന്നെ ഒരു ഔട്ട്ഫ്ലോവും ഒക്കെ തന്നെ നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം നിലവിലിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നോക്കുമ്പോൾ ഡോളർ പരിശോധിക്കുമ്പോൾ ഡോളറിലുണ്ടാകുന്ന ഒരു ഇടിവൊക്കെ തന്നെ വലിയ രീതിയിൽ കമ്പനികളുടെ ഏർണിങ്സിനെയും അത് എസ്പെഷ്യലി പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു ഫോറിൻ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ഒരു ആകർഷണീയത വലിയ രീതിയിൽ തന്നെ കുറയ്ക്കുന്നു. കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂപ ഇടിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണേണ്ടത് അതിൽ ഇമ്പോർട്ട് കോസ്റ്റ് സ്വാഭാവികമായിട്ടും വർദ്ധിച്ചു വരും. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ തന്നെ ഇമ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സ്വാഭാവികമായിട്ടും ട്രേഡ് ഡെഫിസിറ്റ് വലുതാകും. കൂടാതെ ഓയിലിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 19% ഓഫ് ദ ഓയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ഒരു വർദ്ധിച്ചു നിൽക്കുന്ന ഈ ഒരു രൂപ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെതിരെയുള്ള അതായത് കൂടുതൽ ഓയിൽ ഇറക്കുമതിക്ക് കൂടുതൽ പണം മുൻപ് നൽകിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വരും. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഫ്യൂവലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അതായത് ഒരു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ ഒരു നെഗറ്റീവായിട്ടും വിപണിയിൽ തുടരുന്ന ഒരു കാര്യം കൂടിയാണ് കാണാൻ സാധിക്കുന്നത്.